ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കോളേജിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ 8:15 എനിക്ക് ലെക്ചർ സെക്ഷൻ ഉണ്ട്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 20-ാം തീയതിയാണ്. നവംബർ 20-ാം തീയതി ഞങ്ങളുടെ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ്, എസ്പെഷ്യലി ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്. നമുക്കിന്ന് ഇൻ്റർനാഷണൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വ്ളോഗൊക്കെ ചെയ്യാമെന്ന് കരുതി. പക്ഷേ രാവിലെ തന്നെ എനിക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം ക്ലാസ്സിന് പോകുന്ന കാണിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ എണീറ്റ് റെഡിയായി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ടി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ചടപടയെന്ന് ഒരുങ്ങി ഞാൻ കോളേജിൽ പോവുകയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെയാണ് ഇവിടെ വന്നാലുള്ളത്. ഇന്ന് നമുക്ക് ഇൻ്റർനാഷണൽ ഡേയോടനുബന്ധിച്ച് ഞങ്ങളുടെ ഒരു പെർഫോമൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ചെറിയ പോർഷനൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡാൻസ് പെർഫോമൻസ് വേറൊരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി, ഭയങ്കര സിമ്പിളായിട്ട് റെഡിയായിട്ടോ. സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ, കാരണം എൻ്റെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റി പോയിട്ട് എനിക്ക് ഈ ലെക്ചർ സെക്ഷൻ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒരു 11:30-12 ആകുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് റെഡിയായി ഒരു എത്തനിക് വെയറൊക്കെ ഇട്ട് കോളേജിലേക്ക് പോകണം. നമ്മൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തോണ്ട് ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് പോകാമല്ലോ. അപ്പം വന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ വെറുതെ അങ്ങ് റോ ആയിട്ട് പോയി, ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ബേസിക് സ്കിൻ കെയർ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വിൻ്റർ ജാക്കറ്റ് ഇട്ടു. നല്ല തണുപ്പാണ് വെളിയിൽ ഗായ്സ്, ഒന്നും പറയാനില്ല. നല്ല തണുപ്പുണ്ട്, മൈനസാണ്. നമുക്ക് -10 വരെ ഇട പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സ്നോ വീണില്ല. അത് മാത്രമാണ് എനിക്കൊരു വിഷമം. സ്നോ കാണാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു. എന്നിട്ട് ഞാൻ കോളേജിൽ പോയി, എന്നിട്ട് ഞാൻ തിരിച്ച് വന്നു കേട്ടോ. കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ടില്ലേ, വെളിയിൽ വെളിച്ചം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ അന്ന് ഇടാൻ ഉദ്ദേശിച്ച ഔട്ട്ഫിറ്റ്. പക്ഷേ ഔട്ട്ഫിറ്റ് ചെറുതായിട്ടൊരു പണി നിന്നും. ആ ബ്ലൗസിൻ്റെ സിബ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് പൊട്ടി വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി മൊത്തത്തിലാകെ ശോകം അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്തിരുന്നതിൻ്റെ കെട്ടിയുടെ സിബ് റിപ്പയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. നാട്ടിലാണ് തൊട്ടടുത്ത ചേച്ചിയുടെ വീട്ടിലെങ്കിലും കൊണ്ട് കൊടുത്ത് റെഡിയാക്കി കിട്ടിയത്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് റെഡിയായി കേട്ടോ. എന്നിട്ട് ഞാനൊരു സാരിയുടെ ബ്ലൗസ് എടുത്ത് അത് വെച്ച് പെയർ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അത് തന്നെ ഔട്ട്ഫിറ്റായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. പെട്ടെന്ന് സാരി ഒന്നും ഉടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടി ആ ബ്ലൗസ് ഞാൻ അതുമായിട്ട് പെയർ ചെയ്തു. പിന്നെ ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ യൂണിവേഴ്സിറ്റി എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. യൂണിവേഴ്സിറ്റിയുടെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേറെ വീഡിയോ ഇടാൻ കേട്ടോ. സ്വീഡനിലെ ഹാംസ്റ്റഡിൽ ഉള്ള യൂണിവേഴ്സിറ്റിയാണിത്. ഇത് എൻ്റെ കൂടെ കണ്ടില്ലേ, ഇവരൊക്കെ എൻ്റെ കൂടെ ഡാൻസൊക്കെ കളിക്കുന്നവരാണ്. എല്ലാവരും ഒരു എത്തനിക് വേറെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യണ്ടേ അല്ലയോ? അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു വൈബാണല്ലോ. കുറേ നാളുകൾക്ക് ശേഷം കോളേജിൽ വന്ന് ഒന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു വൈബിലാണ് ഞങ്ങളും വന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇൻ്റർനാഷണൽ ഡേയോടനുബന്ധിച്ച് ഓരോ കൺട്രീസിനെ റെപ്രസെൻറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് കുറേ പെർഫോമൻസും അതുപോലെ ഇതുപോലെ കുറച്ച് ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ലഡു ഒക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്രെഡ് വെച്ചിട്ടൊരു സാധനം കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അടുത്ത കൺട്രിയുടെ ഏരിയയിലോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എന്താണ് കഴിച്ചത്, ഒരു മോമോസ് പോലത്തെ ഒരു സാധനം. പിന്നെ ജപ്പാൻ ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, സ്വീഡൻ ഉണ്ടായിരുന്നു, പിന്നെന്താണ് കുറേ ജർമ്മനി ഉണ്ടായിരുന്നു, സ്പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഓരോരോ സ്വീറ്റ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ ഡെസേർട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ചൈനയല്ല, ജപ്പാനാണ്. ജപ്പാനിൽ പോയി അവരുടെ ഒരു ഡെസേർട്ട് പോലത്തെ സാധനം ഒരു സ്വീറ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് അവർ ചോദിച്ചിരുന്നു നമ്മളുടെ ഇയർ ഓഫ് ബർത്തും പിന്നെ ഏത് മന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആനിമലിനെ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയത് ടൈഗർ ആയിരുന്നു. എന്നിട്ട് ടൈഗറിൻ്റെ അവൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എനിക്ക് അവർ പറഞ്ഞു തന്നു. ഞാൻ അത്ര വലിയ സംഭവമായിരുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലായത് അപ്പോഴാണ് കേട്ടോ. ഇരിക്കട്ടെ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു സെഷൻസൊക്കെ. പിന്നെ എല്ലാ കൺട്രീസിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓൾറെഡി ഈ പരിപാടി 11 മണിക്ക് തുടങ്ങിയതാണ്. ഞാൻ എത്തിയപ്പോൾ തന്നെ ഒരു 12 മണി കഴിഞ്ഞു. അപ്പോൾ കുറേ കൺട്രീസിൻ്റെ ഡെസേർട്ട്സ് അല്ലെങ്കിൽ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് നല്ല ക്രൗഡഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പെർഫോമൻസ് ഉള്ളത് കൊണ്ട് എല്ലാം കൂടി എനിക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ ഇത് ശ്രീലങ്കയുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ശ്രീലങ്കയിലെ ആണെന്ന് തോന്നുന്നു ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഡാൻസ് ഫോം, അതൊരു കൾച്ചറൽ ആർട്ടും ഉണ്ടായിരുന്നു. അതിതാണ് കേട്ടോ. പിന്നെ
പിന്നെ നമ്മുടെ ഒരു ഹിന്ദി സോങ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഇന്നത്തെ പരിപാടി തീർന്നു കേട്ടോ. ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് ഇറ്റ്സ് ബൈ ഫ്രം റീനു.